സർക്കാർ സംവിധാനങ്ങളും കേരളത്തിലെ പോലീസ് ആഭ്യന്തര വകുപ്പ് സംവിധാനങ്ങളും ഇന്റലിജൻസ് സംവിധാനങ്ങളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ചോദ്യം ഞങ്ങൾക്കുണ്ട്. ഇത്തരം വിദ്യാർത്ഥികൾ നടത്തുന്ന ഇത്തരം പോസ്റ്ററിങ്ങിന് രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള പോസ്റ്ററിങ്ങിനെ അതൊരു ക്രിയേറ്റിവിറ്റിയായി കാണുന്ന അധ്യാപകൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയായി കാണുന്ന പ്രധാന അധ്യാപകന്മാർ രാജ്യത്തിന് അപകടമാണ് എന്നുള്ള സ്റ്റാൻഡ് ഞങ്ങൾക്കുണ്ട്. കേരളത്തിലെ ഒരു ക്യാമ്പസുകളും രാജ്യവിരുദ്ധരുടെ താവളമാക്കാൻ അനുവദിക്കില്ല എന്നുള്ള വളരെ ഉറച്ച നിലപാട് കേരളത്തിലെ യുവമോർച്ചയ്ക്കും BJPക്കുമുണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ അത്തരം രാഷ്ട്രത്തിൻ്റെ സ്വത്തുക്കളായിട്ടുള്ള രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയും ഒക്കെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി രാഷ്ട്രത്തിനോടുള്ള വെല്ലുവിളിയാണ്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് തലസ്ഥാനത്തെ ഫൈൻ ആർട്സ് കോളേജിന് ഉള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ പതിപ്പിച്ചത്. ഒന്നിലധികം പോസ്റ്ററുകളാണ് പതിപ്പിച്ചത്. ഇതാരാണ് പതിച്ചത് എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു. വിദ്യാർത്ഥികളാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളാണോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു. ഏറെ ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രിയെയും ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തെയും അടക്കം അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെ നിലവിലിപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന നേതാവായ S. നന്ദു. കേരളത്തിൽ നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നൊരു കാര്യം, കേരളത്തിൽ ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അത് ഇത്തരം ചിത്രരൂപേണയായാലും ശരി, കലാരൂപങ്ങളുടെ ഭാഗങ്ങളിലായാലും ശരി, അതുപോലെ തന്നെ ഒട്ടേറെ വിഷയങ്ങൾ കേരളത്തിലെ രാജ്യവിരുദ്ധ സമീപനം കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് കേരളത്തിലെ ക്യാമ്പസുകളാണ് അങ്ങനെ ISISൻ്റെ പതാക ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഖലിസ്ഥാൻ തീവ്രവാദികളുടെ പതാക ഉപയോഗിച്ചുകൊണ്ടൊക്കെ ആഘോഷ പരിപാടികൾ നടക്കുക. അപ്പോൾ ക്യാമ്പസുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് എന്തോ ഒരു തരത്തിലുള്ള രാജ്യവിരുദ്ധരുടെ ഒരു താവളമായി അല്ലെങ്കിൽ സ്ലീപ്പർ സെല്ലുകളെ ഉണ്ടാക്കുന്നൊരു സ്ഥലമായി കേരളത്തിലെ ക്യാമ്പസുകളെ മാറ്റാൻ ശ്രമമുണ്ടോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാന ജില്ലയിൽ ഒട്ടേറെ സുരക്ഷാ സംവിധാനങ്ങളും സെക്രട്ടേറിയറ്റിന് എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഫൈൻ ആർട്സ് കോളേജ് ഉള്ളത്. അവിടെ തന്നെ ഇത്തരത്തിലുള്ളൊരു പോസ്റ്ററിംഗ് വരുമ്പോൾ സർക്കാർ സംവിധാനങ്ങളും കേരളത്തിലെ പോലീസ് ആഭ്യന്തര വകുപ്പ് സംവിധാനങ്ങളും ഇന്റലിജൻസ് സംവിധാനങ്ങളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ചോദ്യം ഞങ്ങൾക്കുണ്ട്. അതിനോടൊപ്പം ഇത്തരം വിദ്യാർത്ഥികൾ നടത്തുന്ന ഇത്തരം പോസ്റ്ററിങ്ങിന് രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള പോസ്റ്ററിങ്ങിനെ അതൊരു ക്രിയേറ്റിവിറ്റിയായി കാണുന്ന അധ്യാപകൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയായി കാണുന്ന പ്രധാന അധ്യാപകന്മാർ രാജ്യത്തിന് അപകടമാണ് എന്നുള്ള സ്റ്റാൻഡ് ഞങ്ങൾക്കുണ്ട്. കാരണം അത്തരം ആളുകൾ പഠിപ്പിച്ചു വിടുന്നത് കൊണ്ടാണ് ചില യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന ആളുകൾ നേരെ ഈ പറയുന്ന ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ടും അതുപോലെ ഡീപ് സ്റ്റേറ്റ് പ്രസ്ഥാനങ്ങളുമായിട്ടും ഒക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പോൾ അത്തരം സാഹചര്യം കേരളത്തിലെ ഒരു ക്യാമ്പസിലും അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ നിലപാട് ഭാരതീയ ജനതാ പാർട്ടിക്കും യുവമോർച്ചയ്ക്കുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫൈൻ ആർട്സ് കോളേജിനകത്ത് നടന്നിട്ടുള്ള ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ മുന്നിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പരാതിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഇന്ന് പരാതി കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായി ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം കൃത്യമായി പരാതിയുടെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. ആ പരാതിയുടെ ഫോളോ അപ്പിൽ കൃത്യമായിട്ടല്ല അന്വേഷണം പോകുന്നതെങ്കിൽ അതിൽ ഇടപെടേണ്ട തലങ്ങളിൽ എവിടെയൊക്കെയാണോ നിയമപരമായി ഇടപെടേണ്ടത് അവിടെയൊക്കെ നിയമപരമായി ഇടപെടും. ഞാൻ ഈ പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട്, അതിൽ നിയമപരമായി മുന്നോട്ട് പോകും എന്നുള്ള നിലയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് കണ്ടിട്ട് ഇന്നലെ എന്നെ ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു 2-3 പെൺകുട്ടികൾ വിളിച്ചിരുന്നു. അവർ പ്രധാനമായി പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇന്നിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാത്തത് തെളിവുകൾ എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല. ഡിസ്ക്ലോസ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള, സമൂഹം അറിയേണ്ടതായിട്ടുള്ള, അതുപോലെ തന്നെ ആ ക്യാമ്പസിനകത്ത് നടക്കുന്നത് എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയണം. അപ്പോൾ അത്തരം ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ആ കുട്ടികൾ എന്നോട് പറഞ്ഞത്. അതിൻ്റെ അന്വേഷണത്തിലാണ്. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ലഭ്യമാവുന്ന മുറയ്ക്ക് കൃത്യമായി ഈ വിഷയം പൊതുജന മധ്യത്തിൽ കൊണ്ടുവരും. കേരളത്തിലെ ഒരു ക്യാമ്പസുകളും രാജ്യവിരുദ്ധരുടെ താവളമാക്കാൻ അനുവദിക്കില്ല എന്നുള്ള വളരെ ഉറച്ച നിലപാട് കേരളത്തിലെ യുവമോർച്ചയ്ക്കും BJPക്കുമുണ്ട്. അതായത് ഈ പോസ്റ്റർ വെച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് പോലീസ് അന്വേഷിക്കണം. അതിനാണ് നമ്മൾ ആ കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പ്രധാന അധ്യാപകനെ മാധ്യമങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ആണ് എന്നാണ് പ്രധാന അധ്യാപകൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അറിവുണ്ടാവും ഏത് കുട്ടികളാണ് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള പോസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ടാവുക. അത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ തന്നെ
തന്നെയായിരിക്കും എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പുറത്തു നിന്നുള്ള ആളുകളുടെ ഇടപെടലുകൾ ഈ വിഷയത്തിലുണ്ടോ, യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ചില ലോബികൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തെളിവുകൾ കിട്ടുന്ന മുറയ്ക്ക് അത്തരം വിഷയങ്ങൾ കൂടുതലായി ഞങ്ങൾ പൊതുജനങ്ങളുടെ മുൻപാകെ പറയും. എന്തായാലും പ്രധാനമന്ത്രിയെ വളരെ മോശമായാണ് ചിത്രീകരിച്ചത്. അല്ല, അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, ലോകത്ത് രാജ്യത്ത് യുദ്ധം സാഹചര്യം ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ട്, രാജ്യത്ത് ഒട്ടേറെ പട്ടിണി ഉണ്ടായിരുന്ന സാഹചര്യമുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധിയൊക്കെ രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗമായി നിന്നവർ പോലും അന്ന് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാവിന് അവർക്ക് പിന്തുണ കൊടുക്കുന്ന നിലപാടാണ്. അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംസ്കാരമാണ്. അത് രാഷ്ട്രത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ രാഷ്ട്രത്തിൻ്റെ തലവന്മാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാർക്ക് പിന്തുണ കൊടുക്കുക രാഷ്ട്രത്തിൻ്റെ പൊതു സ്വത്തുക്കളാണ്. ഇപ്പോൾ രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് ഒരു പാർട്ടിയുടെ സ്വത്തല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ അത്തരം രാഷ്ട്രത്തിൻ്റെ സ്വത്തുക്കളായിട്ടുള്ള രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയും ഒക്കെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി രാഷ്ട്രത്തിനോടുള്ള വെല്ലുവിളിയാണ്, ഒരു വ്യക്തിയോടുള്ള വെല്ലുവിളിയല്ല, അല്ലെങ്കിൽ ഒരു പാർട്ടിയോടുള്ള വെല്ലുവിളിയല്ല. അത് കൃത്യമായി രാഷ്ട്രത്തിനോടുള്ള വെല്ലുവിളിയാണ്. ആ രാഷ്ട്രത്തിനോടുള്ള വെല്ലുവിളിയെ ഏതു നിലയ്ക്കും അത്തരം വെല്ലുവിളികളെ തടുക്കാനും തകർക്കാനും കെൽപ്പുള്ള രാഷ്ട്രമാണ് ഭാരതം. അത്തരം രാജ്യവിരുദ്ധരെ ഒരു കാരണവശാലും കേരളത്തിനകത്ത് അവർക്ക് സ്വൈരവിഹാരം നടത്താനുള്ള ഒരവസരവും കൊടുക്കില്ല എന്നുള്ളത് യുവമോർച്ചയുടെ സുചിന്തിതമായിട്ടുള്ള നിലപാടാണ്. എന്തായാലും എസ് നന്ദു നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ ഒരു പോസ്റ്ററിന് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികൾ ഉണ്ടോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നു. ഇവിടെ നമുക്ക് പ്രധാനമായി എടുത്തു പറയേണ്ടത് തലസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്തായാണ് ഈ ഫൈൻ ആർട്സ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. പോലീസുകാരും മറ്റ് ആഭ്യന്തര വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നിരന്തരം കടന്നു പോകുന്ന വഴി, അതായത് ആരുടെയും കണ്ണിൽപ്പെടാതെ ഇത്തരത്തിൽ പോസ്റ്റർ അവിടെ വെക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ്, ആരാണ് ഇത് സ്ഥാപിച്ചത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനമുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.